പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകണം. അപ്പം പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഇല വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ട് ഓരോന്ന് പറഞ്ഞു. സാമ്പാർ ഒഴിച്ച് തേങ്ങ ചമ്മന്തി വെച്ചു. കൈ നീറിട്ട് വറുത്ത മീൻ, ഒരു മുട്ട വറുത്തത്, ഉരുളക്കിഴങ്ങ് തോരൻ, മുട്ട വറുത്തത്, പിന്നെ അച്ചാറ്, നാരങ്ങ അച്ചാറ്, പൊതിച്ചോറ് വലിയ ഇലക്കകത്ത് ഒരു മുട്ടക്കുട്ടി ഇരിക്കുമ്പോൾ ഇരിക്കും. ഇനി ഇതുപോലെ ഒരു 3-4 കൂടെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഗൈസ്, ഞാൻ ദേ കണ്ട 6 പൊതിയാക്കി ഇട്ടിട്ടുണ്ട്. അതായത് എൻ്റെ അനിയത്തി ജോലിക്ക് ഒരിക്കണം, അവക്കും കൂടെ ഒരു കുഞ്ഞു പൊതി ലാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 6 പൊതി, ഞങ്ങൾ 5 പേര് വീട്ടിലുണ്ട് ഗൈസ്. അപ്പോൾ അമ്മയ്ക്കും എൻ്റെ മോനും, അതായത് അനിയത്തിയുടെ മോനുണ്ട്, കൊച്ചനും, ഞങ്ങൾ 3 പേരും. അപ്പം ഞങ്ങൾ പൊതി കഴിയുമ്പം കാണിച്ചു തരാം ഗൈസ്. ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞ് വേറെ പണിയുണ്ടായിരുന്നേ. വയണമരം മുറിച്ച് മുട്ടയാക്കി അടുത്ത ഉത്സവത്തിന് വേണം. അതുകൊണ്ട് അതിലെ കണ്ട വയണയുടെ ഇത് പഴുത്ത് ഇതിൻ്റെ കുരു എടുത്തിട്ട് പൊടിപ്പിച്ചെടുക്കാം. വയണമരത്തിൻ്റെ കുരു കഴിച്ചിട്ടില്ല. നോക്കട്ടെ ഞാൻ എന്ത് സാധനം കിട്ടിയാലും. ഇത് ഒരു പച്ചക്കിളി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട പച്ചക്കുതിരയുണ്ട്. പച്ചക്കുതിര വലിയ ഇലയുണ്ട്, ഇഷ്ടം പോലെ ഇലയുണ്ട്. അടുത്ത ഉത്സവത്തിന് അടുത്ത് നല്ല ഇല വേറെ വരും. അപ്പം മണ്ട കുറേ വെട്ടിക്കളഞ്ഞ. ഇനി നമുക്ക് ആഹാരം കഴിക്കാൻ പോകാം. കുഞ്ഞു പൊതികൾ അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞുതരാം. മീൻ വറുത്തത്, ചമ്മന്തി, സാമ്പാർ, മുട്ട വറുത്തത്, നാരങ്ങ അച്ചാർ, ഉരുളക്കിഴങ്ങ് തോരൻ. സാരമില്ല. നല്ല വാട്ടിയിലയുടെ മണം. അപ്പം ഞാൻ കഴിക്കാൻ പോണേ. എൻ്റെ കയ്യിലാവില്ല മൂടി. ഈ മുട്ട, മീൻ വറുത്തത്, ഏത് മീനെന്നറിയാം? ശീലാവ് മീനാണ്. അങ്ങനെ എടുത്ത് ആ വാട്ടിയ ഇലയുടെ മണത്തിൽ നല്ല അടിപൊളിയായിട്ട്. അപ്പം ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള പൊതിച്ചോറ് സൂപ്പർ അടിപൊളി. മരം മുറിച്ചിട്ട്, വയണമരം മുറിച്ചിട്ട് അതിൻ്റെ അടിയിലൊരു ചട്ടി വെച്ച് അതിൻ്റെ മീതിലൊരു കവർ വെച്ചിരിക്കുന്നത്. അത് മഴ നനയാതിരിക്കാമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഗേസ്, ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടല്ലോ ഗേസ്. അപ്പം ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോയി മരം മുറിച്ചതിൻ്റെ ഇത് കണ്ടത്. അപ്പോൾ ഇല വെട്ടിയിട്ടതൊക്കെ ഞാൻ കാണിച്ചു തന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇല വെട്ടിയത് മാത്രം കണ്ടാൽ പോരല്ലോ, ഇല വെട്ടിയത് എവിടെ നിന്നും കൂടെ കാണണ്ടേ. അതുകൊണ്ടിട്ടാണ് ആ മരം മുറിപ്പിച്ചത്. അപ്പം മരം മുറിച്ചതിന് ശേഷം പിന്നെ ആ മരത്തിൽ വെള്ളം വന്ന് മഴവെള്ളം വീഴാതെയും വെയിൽ കൊണ്ട് ഉളുപ്പം കയറാതിരിക്കാനാണ് ആ ഒരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു കവറിട്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ വെച്ചിരുന്ന ചട്ടിയാണെന്നറിയോ? ചെടിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത മറ്റൊരു വീഡിയോ ഇട്ട് വരാം. ബായ്.